പോയിട്ട് വരാം. ഇതാരെയും കണ്ടല്ലോ. പിള്ളേരും ഇതിലെ പോകുന്നതല്ലേ. സ്കൂളിൽ വരാൻ നേരമായിട്ട് 4 മണി ആയല്ലോ. മോളെ പള്ളിക്കലെ ജോസഫിന്റെ മോളല്ലയോ? മോളെ സ്കൂൾ ഇവിടെ കണ്ട അടുത്താണ്. ഞാനിവിടെ പഠിക്കുന്നത്. ഞങ്ങൾക്ക് അച്ഛനെ അറിയാം. എനിക്ക് വേണ്ട. അയ്യോ മോളെ അങ്ങനെയൊന്നുമില്ല, അച്ഛനെയൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾക്ക് നല്ല പരിചയക്കാരാ. വാങ്ങിച്ചോ? ഞങ്ങൾക്ക് അറിയാം. പറഞ്ഞാൽ മതി കേട്ടോ. ഇന്നലത്തെ കൊച്ചിനെ കാണുന്നില്ലല്ലോ. ചോദിച്ചായിരുന്നു, അമ്മയോടൊക്കെ പറഞ്ഞായിരുന്നു. ഞങ്ങളുടെ കാര്യം പറഞ്ഞു, അറിയാമെന്ന് പറഞ്ഞ. ഇല്ല, അമ്മയ്ക്ക് മനസ്സിലായില്ല. ഇല്ല, അച്ഛനെ അറിയാൻ ഞങ്ങൾക്ക് നല്ലപോലെ. നമുക്ക് ഇന്നത്തെ മുട്ടായി ഒന്നുകൂടെ തരാം. മോളെ ഇത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസം തോന്നിയില്ലേ? വന്നാ മതി, ഞങ്ങൾ തരാം കേട്ടോ. അവള് നമ്മുടെ പല വീടുകൾ, ഇനി അവളെ വെറുതെ കൊടുക്കുക. നമ്മുടെ ഗ്രൂപ്പിലാണ് നാളെ വരുമ്പോൾ പൈസ എവിടുന്നേലും ഉണ്ടാക്കിക്കൊണ്ട് അവിടെ എന്താ സമാനത്തിരിക്കുന്നത് ടീച്ചർ? ഞാൻ ശ്രദ്ധിക്കുന്നു, കഴിഞ്ഞ ദിവസം കാണുമ്പോൾ കുട്ടിയാണല്ലോ. ഒരു കല്ലാടിക്കുണ്ടല്ലോ, എന്തെങ്കിലും അസുഖമുണ്ടോ? ഇവിടെ ടീച്ചറുണ്ടോ? ഇല്ല. എന്താ ബുക്കൊന്നും എടുക്കാത്തത്? സ്നേഹയുടെ വീട്ടിൽ നേരത്തെ പോലെയല്ലോ. ഹലോ, സ്നേഹയുടെ അമ്മയല്ലേ? നോക്കെന്തോ വല്ല സുഖമില്ലായ്മ 2 ദിവസമായിട്ട് ഒരു ക്ലാസ്സിൽ വളരെ മൂലമായിട്ടാണ് പോയിരിക്കുന്നത്. വീട്ടിൽ വല്ല പ്രശ്നമുണ്ടോ? ഇല്ലേ? ഒന്ന് ശ്രദ്ധിക്കണേ, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാകുന്നു. പക്ഷെ ഇപ്പോൾ ക്ലാസ്സിൽ 2 ദിവസമായിട്ട് തീരെ ശ്രദ്ധയില്ലാതായിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ കാണുന്നില്ലല്ലോ. ഇന്നലെ ഇവിടെ അല്ലേ നിന്നത്? അവരാണെന്തോലും അവിടെ നിൽക്കുന്നത്. ആന്റി, ആന്റി, ചോക്ലേറ്റ് ഒന്നും ഇല്ലേ ഇന്ന്? ഞങ്ങൾ തരട്ടെ. പക്ഷെ ഇന്നൊരു ഞങ്ങൾക്ക് പൈസ ഒരു മുട്ടായി. പൈസയോ? മുട്ടായി പൈസയൊന്നും ഇല്ലല്ലോ. അറിയില്ല. വീട്ടിലെ അമ്മയുടെ അച്ഛനോട് വന്ന് തരില്ലേ? നാളെ കൊണ്ടുവരാം. അമ്മയോടൊന്ന് പറയാതെ വീട്ടിൽ എടുത്തോണ്ട് വരണം കേട്ടോ. അമ്മ അച്ഛനൊന്നും കാണരുത്. വീട്ടിലുള്ള ആരുണ്ടല്ലേ കാണരുത്. കാണാതെ എടുത്തോണ്ട്. ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെയൊന്നും ആരോടും പറയരുത് കേട്ടോ. അത് പറയണം. സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിന് എന്തെങ്കിലും പറഞ്ഞു കേട്ടോ. ഒരു മുട്ടായി അല്ലെങ്കിൽ മുട്ടായി തരത്തില്ല. ഇന്ന് തരത്തില്ല. നമുക്ക് പൈസ അത്രയായിരുന്നു. മിഠായി വേണമെങ്കിൽ പൈസ വേണമല്ലോ. അമ്മയോട് ചോദിച്ചാലോ? വേണ്ട, അമ്മ ചിലപ്പോ അടിക്കും. അമ്മയുടെ ബാഗ് നോക്കിയേക്കാം. ചേച്ചി പിന്നെ പൈസ എടുത്തില്ലേ ചേച്ചി? അമ്മ എന്താ നിങ്ങള്? അമ്മ
ഇവള് സ്കൂളിൽ ടീച്ചർ ടീച്ചർ സ്കൂളിൽ പൈസ അവിടെ സ്റ്റാമ്പിന് മുമ്പ് കുറച്ച് മുമ്പ് എന്നെ വിളിച്ചല്ലോ. അന്നേരം പറഞ്ഞത് വീട്ടിൽ ഉഴപ്പാണെന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലാന്നുള്ളത്. ഇപ്പൊ ഇത്ര പൈസ ആവശ്യം? എനിക്ക് മുട്ടായി വാങ്ങിക്കാനാണ്. മിഠായിയോ? മിഠായി ഇഷ്ടം പോലെ മിഠായി കഴിച്ചിരുന്നല്ലോ. മിഠായി വാങ്ങിക്കാനാണ്. എന്താ പറ്റിയത്? ഇല്ല, അവര് മുട്ടായി തരാന്ന് പറഞ്ഞു. അവിടെ സ്കൂളിന്റെ അവിടെ. വേണ്ട നോക്കാം. അറിയില്ല അമ്മ, അവിടെ എവിടെയായിരുന്നു? കാണിച്ചേ. ഞാൻ നിൽക്കുന്നവരാണമ്മേ. ഞങ്ങൾ നിങ്ങളെ വിളിച്ചിരുന്നു മുട്ടായി കൊടുത്തത്. നിങ്ങൾ കാണുമോ? പിന്നെ അല്ലമ്മേ, ഇവരാ തരുന്നത്. ഞങ്ങൾ കണ്ടിട്ട് പോലും ആദ്യമായിട്ട് കാണും. നിങ്ങൾ രണ്ടുപേരും കൂടെ കൊടുത്തേ. ഇവർക്ക് എന്ത് വട്ടാണ്? ഞങ്ങൾ ചെയ്തു. ഈ കൊച്ചിനെ കണ്ടിട്ട് പോലും എന്നെ പണി നോക്കി. പൈസ മേടിച്ചൊക്കെ എടുത്തോണ്ട് പോവാ. അത് എടുത്തോണ്ട് വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ല നിങ്ങൾ സ്കൂളിൽ പറയണം, ടീച്ചർമാരോട് പറയണം. ദിവസം മിഠായി കൊടുത്തു. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇവിടുത്തുകാരല്ല. ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ആദ്യമായിട്ട് ഞങ്ങൾ ഇവിടെ വരും. കണ്ടോ വഴി പോന്നോട്ടൊന്നും മേടിക്കുന്നു പറഞ്ഞിട്ടില്ലയോ? ഇത് കാണിച്ചു തരാം കേട്ടോ. ഇതിന് കണ്ടോ എന്താ ചെയ്യാൻ പറ്റുന്നത് കാണിച്ചു തരാം. ഞാൻ ചെയ്തു തരാം, ഞാൻ കാണിച്ചു തരാം. എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സന്ദർഭമുണ്ടായാൽ നിങ്ങൾക്ക് പോലീസിനെ ബന്ധപ്പെടാം, അല്ലെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.